കാണിക്കുമ്പോൾ അതിനുശേഷം കൊണ്ടുപോയവരെല്ലാം പുറത്തു കൊണ്ടുപോയപ്പോൾ എൻ്റെ അനുജനെ കാണാനില്ല. സമയം കുറച്ചു കഴിഞ്ഞു. ഇതാ അമ്മ കരയാൻ തുടങ്ങി. ഞാനും എൻ്റെ അമ്മയും അവിടെയുണ്ട്. ഇവൻ്റെ അവസ്ഥ എന്തെന്നറിയില്ല. അപ്പോഴേക്കും 3 സുവിശേഷ പ്രവർത്തകർ അവൻ ബൈബിളുമായി ആശുപത്രിയുടെ വരാന്തയിലൂടെ വരുന്നു. ഓർത്തോ വാർഡ് മെഡിക്കൽ കോളേജിൽ എൻ്റെ അമ്മയുടെ കരച്ചിൽ കണ്ട് ബൈബിൾ കൊടുത്തിട്ട് പറഞ്ഞു, വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. അമ്മയ്ക്ക് എന്തെന്നറിയില്ല. ആശാരിയാണ് യേശു എന്നറിയാം. അമ്മ പറഞ്ഞു, വിശ്വസിക്കുന്നു, വിടുവിച്ചാൽ അടുത്ത ആഴ്ച തൊട്ട് ഞാൻ പള്ളിയിൽ പോകും. പ്രാർത്ഥിച്ചു തീരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അകത്ത് കിടക്കുന്ന മകനെയല്ല, ഈ ഇരിക്കുന്ന മകനെ എന്നെ ദൈവം കണ്ടിരിക്കുകയാൽ സ്തോത്രം പറഞ്ഞു തീർന്നാമൻ പറഞ്ഞു. ആശുപത്രിയുടെ കണ്ണാടിക്കൂട് തുറന്നു. എൻ്റെ അനുജൻ്റെ മൂക്കിലും വായിലും വയറ്റിലും 3 മുറിവിലും മലമൂത്ര വിസർജനത്തിനും ശ്വാസത്തിനും ആകാരത്തിനുമായി 7 ഓസുകളുടെ സഹായത്തോടെ എൻ്റെ അനുജനെ പുറത്തു കൊണ്ടുവരാനിടയായി. ഇതാണ് അവിടെ നടന്നതെങ്കിൽ 10 ദിവസം കഴിഞ്ഞ് നെയ്യാറ്റിൻകരയിൽ കല്യാണത്തിന് വന്ന ലതിക നായർ പറഞ്ഞ അകത്ത സംഭവം കേൾക്കണം. 10:15 ഓപ്പറേഷൻ. 12:15 കഴിഞ്ഞപ്പോൾ അനസ്തേഷ്യ പവർ മടങ്ങി വന്നപ്പോൾ ഇവൻ എണീക്കുന്നില്ല. 2 മണിക്കൂറിനകത്ത് എണീറ്റില്ലെങ്കിൽ മരിച്ചു എന്നാണ് അർത്ഥം. അന്ന് 5 പേർ മരിച്ചു. അങ്ങനെ 5 ശവങ്ങളും മൂടിക്കിടത്തിയിരിക്കുന്നു. മോർച്ചറിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാൻ ലതിക എന്നോട് പറഞ്ഞതാണ്, 12:30 കണ്ടില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സൈഡിൽ വരാം. മറുപടി ഇല്ലാതിരിക്കുന്നു. 4 ശവങ്ങൾ കൊണ്ടുപോയി. 5ാമത്തെ ശവം എൻ്റെ അനുജനെ മൂടിക്കിടത്തിയിരിക്കുന്നു. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാനൊരുങ്ങുന്ന ലതിക നായർ തൻ്റെ കത്രികയും സാധനങ്ങളും കഴുകി വയ്ക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കാത്രികയുടെ എണ്ണം നോക്കുമ്പോൾ 1 കുറവ്, പുറത്ത് പ്രാർത്ഥന. അപ്പോഴവക്കൊരു സംശയം, എൻ്റെ ക്ലാസ്മേറ്റ് വിജയൻ്റെ സഹോദരൻ്റെ ഓപ്പറേഷൻ സ്ട്രക്ചറിൽ വെച്ച് മറന്നതാണോ എന്നൊരു സംശയം. മൂടിക്കിടത്തിയ ശവത്തിന് ചുറ്റുമായി ലതിക അന്വേഷിക്കുമ്പോൾ പുറത്ത് പ്രാർത്ഥന. കത്രിക അന്വേഷിച്ച് അവൻ്റെ കാലിൻ്റെ അടുത്തെത്തുമ്പോൾ പുറത്ത് പ്രാർത്ഥന ശക്തി. ലതികൾക്കൊരു സംശയം, മൂടിക്കിടത്തിയിരിക്കുന്ന ശവത്തിൻ്റെ കാലുകൾ അനങ്ങുന്നു എന്നൊരു സംശയം. അവൾ തുണി വലിച്ചു മാറ്റി, പുറത്ത് പ്രാർത്ഥന. ഈ ശവം അനങ്ങി തുടങ്ങി. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ആ ശവത്തിനിറങ്ങി. മരിച്ച എൻ്റെ അനുജനെ ദൈവം മടക്കി തന്നു. ഹല്ലേലൂയ. പനി മാറിയതോ ചൊറി മാറിയതോ അല്ല, മരിച്ച എൻ്റെ അനുജനെ മടക്കി തന്നു. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ നടക്കും, ഈ സ്റ്റിച്ചിങ് നടക്കുന്നു. 10 ദിവസം കഴിഞ്ഞെങ്കിലും ഡിസ്ചാർജ് ചെയ്യേണ്ട എൻ്റെ അനുജനെ 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്തു. എൻ്റെ വിവാഹത്തിന് നെയ്യാറ്റിൻകരയിൽ സ്കൂട്ടർ ഓട്ടിച്ച് വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം അവൻ ആരോഗ്യം കൊടുക്കാനിടയായി. ഹല്ലേലൂയ. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ കർത്താവിൽ നിനക്ക് ഒരു വിടുതൽ വരും. ഹല്ലേലൂയ. 2004 നമ്മുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ പടിയടച്ച് പിണ്ടം വെച്ച് ഞങ്ങളെ പുറത്താക്കും. അങ്ങനെ വാടക വീട് താമസിക്കുന്നു. അപ്പോഴാണ്